അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ 144 ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ല IIT നിലവാരത്തിലുള്ള ചോദ്യമാണ്. എ ബോഡി ഓഫ് മാസ് എം അറ്റാച്ച്ഡ് ടു എ സ്പ്രിംഗ് ഓസിലേറ്റ് വിത്ത് എ ടൈം പീരീഡ് ഓഫ് 4 സെക്കൻഡ്. ഒരു സ്പ്രിംഗിൽ ഒരു മാസ് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് ഓസിലേറ്റ് ചെയ്യുന്ന ടൈം പീരീഡ് ഒരു പ്രാവശ്യം ഓസിലേഷൻ ചെയ്യാൻ എടുക്കുന്ന സമയം 4 സെക്കൻഡാണ്. ഇത് കാണിക്കുക എങ്ങനെയാണ്. ഒരു സ്പ്രിങ് നമ്മളിവിടെ ഇങ്ങനെ എം മാസ് അറ്റാച്ച് ചെയ്തു, അത് ഓസിലേറ്റ് ചെയ്യുന്നു. ഒന്ന് ഡൗൺ, വീണ്ടും അപ്പോ, വീണ്ടും അപ്വാർഡ്, വീണ്ടും അപ്വാർഡ്, വീണ്ടും ഡൗൺവാർഡ്. അപ്പോൾ ഒരു ഓസിലേഷൻ 4 ആംപ്ലിറ്റ്യൂഡാണ്. ഒരു ആംപ്ലിറ്റ്യൂഡ് താഴോട്ട്, ഒരു ആംപ്ലിറ്റ്യൂഡ് മുകളിലോട്ട്, വീണ്ടും സെൻട്രലിൽ മുകളിലോട്ട് ഒരു ആംപ്ലിറ്റ്യൂഡ്, പിന്നെ താഴോട്ട്. 4 ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് ഒരു ഓസിലേഷൻ. അപ്പോൾ ഈ 4 ആംപ്ലിറ്റ്യൂഡിന് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ T = 4 സെക്കൻഡ്. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു സ്പ്രിംഗിൽ എം മാസ് കെട്ടിയിട്ടപ്പോൾ അത് ഒരു പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 4 സെക്കൻഡ്. അപ്പോൾ അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് കാണുന്ന ഫോർമുല T = 2π × √m/k ആണ്. അപ്പോൾ ഇവിടെ ടിയുടെ വില നമ്മൾ എം മാസ് ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ 4 = 2π × √m/k. ഇക്വേഷൻ നമ്പർ 1 നമുക്ക് എടുക്കുക. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ മാസ് ഓഫ് ബോഡി ഈസ് ഇൻക്രീസ്ഡ് ബൈ 4 കിലോഗ്രാം. ഈ മാസ് എമ്മിന്റെ സ്ഥാനത്ത് നമ്മൾ 4 കിലോഗ്രാം നമ്മുടെ അഡീഷണൽ ആയിട്ട് കൂട്ടിയിടുമ്പോൾ ഇത് ഭാരം കൂടുമ്പോൾ ഓസിലേറ്റ് ചെയ്യാൻ താമസിക്കും. അപ്പം ഒന്ന് ഡൗൺ ആയി, പിന്നെ സെൻട്രൽ വന്നു, പിന്നെ അപ്വാർഡ് പോയി, പിന്നെ ഡൗൺവാർഡ് വരാൻ നേരത്തെ ഉള്ളതിന് 2 കൂടെ കൂടും എന്ന് പറഞ്ഞാൽ 6 സെക്കൻഡ് എടുക്കും. അപ്പോൾ വീണ്ടും ഇത് മാസ് ന്യൂ മാസ് എം ഡാഷ് എം പ്ലസ് മാസിൻ്റെ കൂടെ 4 കിലോഗ്രാം കൂടെ ആഡ് ചെയ്തു. ഇതിൻ്റെ കൂടെ ഒരു 4 കിലോഗ്രാം കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് പതുക്കെയാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. പതുക്കെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ടൈം പീരീഡ് T ഡാഷ് എന്ന് പറഞ്ഞാൽ 4ൻ്റെ കൂടെ 2 കൂടെ കൂടും, 4 2 6. അപ്പോൾ പുതിയ ടൈം പീരീഡ് T ഡാഷ് എന്ന് പറഞ്ഞാൽ 2π × √m'/k. സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഒരേ സ്പ്രിംഗിൽ എത്ര പ്രാവശ്യം ഓസിലേറ്റ് ചെയ്താലും സ്പ്രിംഗ് കോൺസ്റ്റന്റ് എപ്പോഴും സ്പ്രിംഗ് വരുമ്പോൾ ഒന്ന് തന്നെയാണ്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ T ഡാഷ് എന്ന് പറഞ്ഞാൽ 6 = 2π × √m+4 ഡിവൈഡഡ് ബൈ മാസ് m+4 ഡിവൈഡ് ബൈ k. അപ്പോൾ മാസ് 4 കൂടിയപ്പോൾ ടൈം പീരീഡ് 2 കൂടിയപ്പോൾ 4 2 6 ആയി മാസം. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഈ 2 ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്തിട്ട് എമ്മിന്റെ വില കാണുക. 2 ഡിവൈഡഡ് ബൈ 1. 2 എന്ന് പറഞ്ഞാൽ 6 = 2π × √m+4 ഡിവൈഡഡ് ബൈ k ഓൾ ഡിവൈഡ് ബൈ 2π × √m/k. ഒരുപോലുള്ള 2π എടുത്തു, √k കിട്ടി. ഇവിടെ രണ്ടാമത്തെ ടൈം പീരീഡ് പിന്നെ 4 എഴുതണം. സോ സെക്കൻഡ് ഇക്വേഷൻ 6 = 2π × √m+4/k. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ 4 = 2π × √m/k. അങ്ങനെ അപ്പോൾ 6/4 നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 2 3/2 എന്ന് വരും. അപ്പോൾ 3/2 = √m+4 ഡിവൈഡഡ് ബൈ √m എന്ന് വരും. ഇത്രയും മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് ഒരു എം മാസ് സ്പ്രിംഗ് കെട്ടിയിട്ട ശേഷം അതിനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അത് ഒരു പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യാൻ 4 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് = 2π × √m/k. 4 = 2π × √m/k. ഈ മാസം 4 കിലോ കൂട്ടി, അപ്പോൾ ഇത് സ്ലോയിൽ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ടൈം പീരീഡ് 6 ആയി, 2 കൂടെ കൂടി. അപ്പോൾ ടൈം പീരീഡ് 6 ആയപ്പോൾ പുതിയ ഫോർമുല T ഡാഷ് = 2π × √m'/k. അപ്പോൾ ടൈം പീരീഡ് 6 ആയപ്പോൾ 2π × √m+4/k. ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ 1. ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ 6 = 2π × √m+4/k ഓൾ ഡിവൈഡ് ബൈ ഇവിടെ 4 = 2π × √m/k. അപ്പം 2π × 2π പോകും, √k പോകും. 6നെയും 4നെയും 2 വെച്ച് ഇടുമ്പോൾ 3/2 = √m+4/√m. നമ്മൾ ഇതിനെ സ്ക്വയറിംഗ് ബോത്ത് സൈഡ്, ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യാം. ഈ ഇക്വേഷൻ നമ്മൾ സ്ക്വയർ ചെയ്യാം. ബോത്ത് സൈഡ് എന്തിനാ സ്ക്വയർ ചെയ്യുന്നത്? നമ്മൾ സ്ക്വയർ ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ റൂട്ട് മാറിനെ സ്ക്വയറിംഗ് ബോത്ത് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സ്ക്വയറിംഗ് ബോത്ത് സൈഡ്. 2 ഇടതുവശം വലതുവശം സ്ക്വയർ ചെയ്യുമ്പോൾ 9/4 = m+4/m എന്ന് വരും. റൂട്ടിനെ സ്ക്വയർ ചെയ്താൽ റൂട്ട് മാറും. ഇവിടുത്തെ റൂട്ടിനെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് മാറി. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്മുടെ ആൻസർ ദാറ്റ് ഈസ് 9m = 4m. 4 കൊണ്ട് എമ്മിനെയും 4നെയും ഗുണിക്കുക, 60. 4m ഇപ്പുറത്ത് വരുമ്പോൾ 9m - 4m = 60. 5m = 60. m = 16/5 എന്ന് പറഞ്ഞാൽ 3 15 6 1 10 അപ്പോൾ 2 3.2 കിലോഗ്രാം. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട യഥാർത്ഥ മാസ് എത്രയായിരുന്നു? അപ്പം നമ്മൾ ആദ്യം ഇട്ട യഥാർത്ഥ മാസ് 3.2 കിലോഗ്രാം ഇട്ടപ്പോഴാണ്
അത് ആദ്യം 4 സെക്കൻഡ് ഓസിലേഷൻ വന്നു, ആദ്യം 4 സെക്കൻഡ് ഓസിലേഷൻ വന്നു. ഈ 3 പോയിന്റ് കൂടെ വീണ്ടും നമ്മൾ 4 കിലോ വീണ്ടും ആഡ് ചെയ്തപ്പോഴാണ് അതായത് 3.+4 അതായത് 7.2 കിലോഗ്രാം വന്നപ്പോഴാണ് ടൈം പീരീഡ് 4-ൽ നിന്ന് എത്രയായിട്ട് മാറി 6 വന്നത്. അങ്ങനെയാണ് നമ്മൾ അൺനോൺ മാസ് എം കണ്ടുപിടിച്ചത്. എം ഈസ് 3.2 കിലോഗ്രാം വരും. അപ്പം നമ്മുടെ ആൻസറിനകത്ത് 3.2 കിലോഗ്രാം വരുന്ന ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഓപ്ഷൻ ഈസ് സി.